ദിവസം ശഹലാശരിൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഒരു പെണ്ണ് തന്റെ തന്റെ മകനുമായിട്ട് ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയൊരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവത്തില് ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദിന്റെ ഒരു പ്രഭാഷണം ഞാൻ കേൾക്കാനിടയായി. ആ പ്രഭാഷണത്തിൽ ഉസ്താദ് പറയുന്നത് ഈ സമൂഹത്തിൽ പെൺകുട്ടികൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ചാടിപ്പോകുന്നതും, അതുപോലെ തന്നെ പെൺകുട്ടികൾ അതുപോലെ തന്നെ മറ്റു മേഖലകളിലൂടെ ഹറാമിന്റെ മേഖലയിലൂടെ നടന്നു പോകുന്നതും ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ചെയ്തു കൂട്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇവർക്കും ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദീൻ പഠിച്ചവരല്ലേ ദീൻ പറയാ. ബഹുമാനപ്പെട്ട ഉസ്താദ് സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രഭാഷണത്തിന്റെ ലിങ്ക് അത് കുറച്ചു മുമ്പ് നടത്തിയതാണ്. പിന്നീട് റീപോസ്റ്റ് ചെയ്തിട്ട് പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്ന് വെച്ചിട്ട് ആ ഒരു തംബ്ലൈൻ വെച്ചിട്ട് നമ്മുടെ യൂട്യൂബിലൊക്കെ ആ പ്രഭാഷണം അവിടെ കാണാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞ് ചില യൂട്യൂബേഴ്സ്, ഞാൻ പേര് പറയുന്നില്ല, ചില യൂട്യൂബേഴ്സ് ആ വീഡിയോസുകളൊക്കെ എടുത്തിട്ട് എന്റെ പ്രിയമുള്ളവരെ സമൂഹത്തിന്റെ മുമ്പിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ വളരെ മോശമായി കൊണ്ട് ദീന് പറയുന്ന ഉസ്താദന്മാരെ പഠിച്ചവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദിനെ പോലും പഠിച്ചവനെ ദീന് പറഞ്ഞതിന്റെ പേരിൽ അവഹേളിക്കാൻ ഇന്ന് ചില ആളുകളെ പഠിച്ചവനെ രംഗത്ത് വരികയാണ്. എന്തിനാണോ ദീന് പറയുന്നത്? ആലിമീങ്ങളല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചവനെ അവിടെ നിന്ന് ദീന് പറയാൻ വേണ്ടി കൽപ്പിച്ച ആളുകളാണ് ദീന് പറയുന്നത്. വറസത്തുൽ അംബിയാ, അനന്തരാവകാശികളാണ്, അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് പഠിച്ചവനെ ആലിമീങ്ങൾ. അല്ലാഹുവിന്റെ ദീന് പഠിച്ചു ആ ദീന് പറയുന്നവര്, ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ദുനിയാവിലൂടെ കടന്നു പോകുന്നവരാണ് അവര്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടി നിയോഗിച്ച ആളുകളാണ്. അതുകൊണ്ട് അവർ എന്തെങ്കിലും പറഞ്ഞാൽ അത് ദീനിന്റെ കാര്യങ്ങളാണ്. അത് പറയുന്നത് ദീന് കേൾക്കുകയും അത് വിശ്വസിക്കുകയും അംഗീകരിക്കാൻ കഴിയുകയും ചെയ്യുന്ന ആളുകളോടാണ്. അല്ലാത്ത ആളുകൾ അവിടെ കടന്നിട്ട് വെറുതെ വേണ്ടാത്ത രൂപത്തിൽ ശബ്ദിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാ വെറുതെ ശബ്ദിക്കുന്നത്? എന്തിനാ ഉസ്താദന്മാർക്കെതിരെ കുരക്കുന്നത്? പഠിച്ചവനെ ദീന് പറയുന്നവർ പറയട്ടെ, അത് കേൾക്കുന്ന ആളുകൾ അത് കേൾക്കട്ടെ. ആലിമീങ്ങളും പണ്ഡിതന്മാരും ദീന് പറയട്ടെ, അത് അംഗീകരിക്കുന്നവർ അംഗീകരിക്കട്ടെ. നിനക്കത് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ എന്തിനാണോ വിമർശിക്കുന്നത്? മുസ്ലിം നാമധാരികളായ ആളുകളാണ് യൂട്യൂബ് ചാനലുകളിലൂടെ, ഇൻസ്റ്റഗ്രാമുകളിലൂടെ പഠിച്ചവനെ അക്കൗണ്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത്, കളിയാക്കുന്നത്. മോനെ, ഈ പണിക്ക് നിൽക്കണ്ട, ഇത് നമ്മളെ ജീവിതം നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അല്ലാഹുവിന്റെ ദീന് പറഞ്ഞുകൊണ്ട് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ദർജയിൽ ദുനിയാവിലും ആഖിറത്തിലേക്കും എത്തിപ്പിക്കും. പക്ഷേ നാളെ പരാജയപ്പെടുന്നത് ഈ ദീന് പറഞ്ഞതിന്റെ പേരിൽ കളിയാക്കിയത് കൊണ്ടാവാം. ഈ ദീന് പറഞ്ഞതിന്റെ പേരിൽ നീ ഒറ്റപ്പെടുത്തിയത് കൊണ്ടാണ് നാളെ നീ അല്ലാഹുവിന്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോകുന്നത്. അത് നീ ഒന്ന് മനസ്സിലാക്കണം. അല്ലാഹുവേ പഠിച്ചവനെ, നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് അതിന്റെ മോശമായൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, ചില ചിത്രീകരണങ്ങൾ അവിടുന്ന് നല്ല രൂപത്തിലും ജനങ്ങൾ നടക്കണം, പെൺകുട്ടികളെ ശ്രദ്ധിക്കണം, നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണം. ഇന്ന് നമുക്കറിയുന്നില്ല നമ്മളൊക്കെ പെൺകുട്ടികൾ എങ്ങനെയൊക്കെയാണ് പഠിച്ചവനെ നടന്നു പോകുന്നത്, ആൺകുട്ടികൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എന്ന് നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ. പല ക്യാമ്പസിന്റെ വരാന്തരങ്ങളിലേക്കും എത്തിയാൽ ഇന്ന് പെൺകുട്ടികളും ആൺകുട്ടികളും ചെയ്തു കൂട്ടുന്ന സംഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഈ സംഭവങ്ങളെയാണ് അവിടുന്ന് ബഹുമാനപ്പെട്ടവർ എടുത്ത് കാണിച്ചിട്ട് അവിടുന്ന് ഉപദേശ രൂപത്തിൽ അവിടുന്ന് സംസാരിച്ചത്. അതിന്റെ നന്മയാർന്ന വശങ്ങളെ കുറിച്ചിട്ട് അവിടുന്ന് പരിചയപ്പെടുത്തി കൊടുത്തത്. പക്ഷെ അത് പറ്റുന്നില്ല അവർക്ക്. ഇന്ന് സമൂഹം അങ്ങനെയാണ്. നന്മ പറയുന്നത് പറ്റൂല, നന്മ പറയുന്ന ആളുകളെ തള്ളിക്കളയും. ഒരു കാലഘട്ടം വരും, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഒരു കാലഘട്ടത്തിൽ നന്മ പറയുന്ന ആളുകൾ ചുരുങ്ങും,
മാത്രമല്ല ആ നന്മ പറയുന്ന ആളുകള്, എന്റെ പ്രിയമുള്ളവരെ, പറയുന്നത് കേൾക്കുന്ന ആളുകള്, അവരുടെ കൽബിനകത്ത് പടച്ചവനെ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. നന്മകളൊക്കെ തള്ളിക്കളയും. എവിടെയുള്ള തിന്മകളുണ്ടോ ആ തിന്മകളൊക്കെ വിളിച്ചു വരുത്തും. ഒരു കാലഘട്ടത്തിൽ ഹറാമായി അത് കണ്ടാൽ അറച്ചിരുന്ന, കാണുമ്പോൾ തന്നെ അതിനെ വിരോധിക്കണമെന്ന് ഉപദേശിച്ചിരുന്ന ചില സംഭവങ്ങൾ, അതൊരിക്കലും നിരോധിക്കപ്പെടേണ്ടതാണ് എന്ന് നമ്മളൊക്കെ മനസ്സുകൊണ്ട് വെറുക്കുന്ന കാര്യങ്ങൾ, ആ നിരോധിക്കപ്പെടണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടമായ നിരോധിക്കപ്പെടേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, അംഗീകരിച്ചുകൊണ്ടിരിക്കും. എന്നാലോ നന്മയാർന്ന കാര്യങ്ങൾ, ജനങ്ങൾ ചെയ്യേണ്ട നന്മയാർന്ന കാര്യങ്ങൾ, ആ നന്മയാർന്ന കാര്യങ്ങൾ ഒരു സമയമാകുമ്പോ സമൂഹത്തിൽ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കും. ഇത് ലോകാവസാനത്തിന്റെ അടയാളമായി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ട്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇന്ന് ആരുടെ കൂടെ പോകുന്നതിനും പ്രശ്നമില്ല. പടച്ചവനെ, വ്യഭിചാരത്തിന്റെ കഥകളാണ്, സംഭവങ്ങളാണ് നമ്മുടെ കൺമുമ്പിലൂടെ ഇന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമുക്കൊക്കെ ബോധം നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ബോധം നൽകട്ടെ. എന്റെ